കുടുംബത്തിൽ സന്തോഷമുണ്ടായാൽ മാത്രമാണ് ബാക്കിയുള്ള എല്ലാ മേഖലയിലും സന്തോഷമുണ്ടാവുക എന്നുള്ളത്. കുടുംബത്തിൽ സന്തോഷമുണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യുവാനും എല്ലാവരും തയ്യാറാണ്. കാരണം അത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇത്. എന്ത് ചെയ്യുവാനും എല്ലാവരും തയ്യാറാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷാ കേന്ദ്രമാണ് വീട് എന്ന് പറയുന്നത്. ഗൾഫിൽ പോകുന്നവരാണെങ്കിലും എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ആഴ്ചയിൽ വീട്ടിലേക്ക് വരുന്നവരാണെങ്കിലും ഒക്കെ തന്നെ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളോ ഭാര്യയോ മക്കളോ അനുജൻ ജ്യേഷ്ഠനും അനുജനും ഒക്കെ ഉള്ള ആ കുടുംബത്തിൽ നിന്ന് സന്തോഷമാണ്. അപ്പൊ അവിടെ നിന്ന് നാം ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ കുടുംബം എന്ന് പറയുന്നത് പിന്നെ ഒരു ഭാരമായിരിക്കും. പഠനങ്ങളൊക്കെ തന്നെ പറയുന്നത്, ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ആ പഠനങ്ങളൊക്കെ തന്നെ പറയുന്നത്, കുടുംബത്തിൽ സന്തോഷമില്ലാത്ത ആളുകൾക്ക് ജോലിയിലും ബിസിനസ്സിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മേഖലകളിലും ഒരുപാട് പ്രയാസങ്ങളായിരിക്കും. അവർക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ലൈഫ് ഈസ് ഫാമിലി ലൈഫ്. ജീവിതം എന്ന് പറഞ്ഞാൽ അത് കുടുംബ ജീവിതമാണ്. കാരണം ബിസിനസ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് വേണ്ടത്ര വിജയിക്കുന്നില്ലെങ്കിൽ നമുക്ക് ബിസിനസ് മാറ്റാം. ജോലി നമ്മൾ വേണ്ടത്ര ഉദ്ദേശിച്ച രീതിയിലാവുന്നില്ലെങ്കിൽ ജോലി നമുക്ക് മാറ്റാം. ഓഫീസ് നമുക്ക് സൗകര്യപ്രദമല്ലെങ്കിൽ ഓഫീസ് നമുക്ക് മാറ്റാം. പക്ഷേ വാപ്പാനെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ വാപ്പാനെ മാറ്റാൻ പറ്റൂല. ഉമ്മാനെ ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഉമ്മാനെ മാറ്റാൻ പറ്റൂല. മക്കളെ നമുക്ക് മാറ്റാൻ പറ്റൂല. ഭർത്താവിനെയും ഭാര്യയും ഒന്നും തോന്നിയ പോലെ മാറ്റാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ജീവിതം എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായി കുടുംബ ജീവിതമാണ്. അപ്പൊ കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായേ പറ്റൂ എന്നിടത്ത് നിന്നാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത് തന്നെ. പിന്നെ മരിക്കാൻ അടുത്ത ആളുകൾ, അതായത് മരിക്കാൻ അടുത്ത ആൾക്ക് അങ്ങനെയുള്ള അറിയിപ്പ് ആർക്കെങ്കിലും കിട്ടുക മീൻസ് ഉദ്ദേശിക്കുന്നത് രോഗം അല്ലെങ്കിൽ പെട്ടെന്ന് ആക്സിഡന്റ് പറ്റിയിട്ട് അവസാന ഘട്ടത്തിലൊക്കെ നിൽക്കുന്ന ആളുകളുടെയൊക്കെ അവസാന കാലത്തെ ചിന്തകളെല്ലാം തന്നെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ഇത്രയും കാലം ജീവിച്ചിട്ടും പ്രിയപ്പെട്ട ഉമ്മാക്കും വാപ്പാക്കും വേണ്ടത്ര സൗകര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ടത്ര ഹിദമത്തൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല, സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്ന സങ്കടമാണ് മരണത്തോട് അടുത്ത എല്ലാ ആളുകൾക്കും സാധാരണ ഉണ്ടാവാറുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടത്, ഒരാള് അതിശക്തമായ വയറുവേദനവുമായിട്ട് ഡോക്ടറെ സമീപിച്ചു. അവസാനം ഡോക്ടർ ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ പറയാണ്, ഇത് ക്യാൻസറാണ്, മാക്സിമം പോയി കഴിഞ്ഞാൽ 6 മാസം, അതിനപ്പുറത്ത് നിൽക്കൂല. കാരണം കുടൽമാലകളെ മുഴുവനും ഇത് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അറിയാൻ വൈകിപ്പോയി. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക, നമുക്ക് കീമോതെറാപ്പിയോ അങ്ങനെയുള്ള ലേസറായിട്ടുള്ള ചില ചികിത്സകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് എത്തിയാൽ അന്ന് മുതൽ ഭാര്യയോട് സ്നേഹം കൂടുന്നതാണ്. അല്ലെ? സത്യല്ലേ നമ്മൾ? അല്ലാതെ നമ്മളത് കാത്തിരക്ഷിക്കുമാറാവട്ടെ അസുഖങ്ങളിൽ നിന്ന്. പക്ഷെ അന്ന് മുതൽ ഭാര്യയോടൊരു പ്രത്യേകമായ സ്നേഹം കൂടുന്നതാണ്. കാരണം വെച്ചാൽ ഞാൻ മരിക്കാൻ പോവില്ലേ എന്നുള്ള ചിന്തയാണ്. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. ആ സമയത്ത് നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഒരാൾ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവുമായിട്ടുള്ള ചിന്തകൾ കുറയാണ് മനുഷ്യന്, അല്ലെ? പിന്നെ ആ സമയത്ത് മക്കളോടും ഭാര്യയോടും മാതാപിതാക്കളോടുമുള്ള സ്നേഹത്തെ കുറിച്ചാണ് ചിന്ത. ആ സമയത്ത് ഒരാള് എന്താ പിന്നെ അപ്പുറത്ത് വേഗം ബിൽഡിംഗ് എടുക്കുക, ഇപ്പുറത്ത് ഒരു ഷോപ്പും കൂടെ വേഗം തുടങ്ങുക, പെട്രോൾ പമ്പ് പാസ്സാക്കുക, ഇതാരും ചിന്തിക്കാറില്ല. ആ സമയത്ത്
പിന്നെ ആദ്യം ആലോചിക്കുക എങ്ങനെയെങ്കിലും ഒന്ന് ഉംറക്ക് പോകാൻ പറ്റും അവസാനമായിട്ടൊന്ന് ചോദിക്കും. അങ്ങനെ എല്ലായിടത്തും ഒന്ന് പോയിട്ട് ഒന്ന് ഉംറക്ക് പോകാനുള്ള വല്ല അവസരം ഉണ്ടോ, അതിന് വല്ല തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പറ്റെങ്കിൽ ഉംറക്കൊക്കെ ഒന്ന് പോകുക, എന്നിട്ട് വീട്ടിൽ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ചെല്ലിയിട്ട് ഇങ്ങനെ കാത്തിരിക്കലാണ്. അങ്ങനെ ഒരു അവസരം ആർക്കെങ്കിലും കിട്ടിയാൽ അള്ളാഹു മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമ്മൾ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്. അത്രയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മുടെയൊക്കെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പല ഹദീസുകളിലും പല രീതിയിലും വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു തവണ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, രാവിലെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ രാത്രിയെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അതായത് ഞാൻ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് മരണപ്പെടും എന്ന രീതിയിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ദുനിയാവിനോട് ഒരുപാട് പ്രേമം നമുക്കുണ്ടാവില്ല എന്നുള്ളതാണ്. ദുനിയാവിനോടുള്ള പ്രേമത്തെക്കുറിച്ച് ഇപ്പൊ ഞാൻ പറയുന്നത് വേറെ വിഷയമാണ്. ഹബ്ബു ദുനിയ എന്ന് പറയുന്നത് ഒരുപാട് ആഖിറത്തിലേക്കുള്ള ചിന്തകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് ലവ് ഓഫ് അതായത് ദുനിയാവിനോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത്. എന്താ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്? അതെ. അപ്പോ അതിനോടുള്ള ഒരു പ്രേമമുള്ളത് കൊണ്ട് നമുക്ക് ആഹാരത്തിലേക്കുള്ള ഒരുപാട് ചിന്തകളിൽ ഒരു തടസ്സമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ചർച്ചയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യന്മാരായ നമ്മളെ ഒരു വല്ലാത്ത ഒരു അപകടകരമായ അവസ്ഥയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നാൽ അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിച്ചാലാണ് അള്ളാഹുവിനെ ഓർമ്മ വരിക. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടില്ല, അത് ഞാൻ ആദ്യം പറയണം. അതായത് ഒന്നാമതായിട്ട് മൊബൈൽ ഇങ്ങനെയാണെന്നുള്ളതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പണി പാടാൻ സാധ്യതയുള്ള വിഷയമാണ്. പുസ്തകന്മാരോട് ചോദിച്ചാൽ മതി. എങ്ങനെയാണ് ഒരാൾ മുമ്പിനാവാന്നുള്ളത് പുസ്തകന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞത്. ആ ഹോപ്പുണ്ടെങ്കിൽ ഹൗഫ് ഊസിനൊന്നും ഉണ്ടാവില്ല എന്ന്. അത് ടെൻഷനും ആൻഷൈറ്റി ഉണ്ടാവില്ല, അതിന് ഹൗഫ് ഊസിനും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റുകൾ വരെ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഞാൻ ആ മറുപടി നിങ്ങൾ പറയണം. ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മള് ഗഫലത്തിലാണ്. ഗഫലത്ത് എന്ന് പറയുന്നത് അശ്രദ്ധ അല്ലേ? ഉസ്താദിന്റെ ഹദീസോ ആയത്തോ അഥവാ എനിക്ക് കിട്ടുന്ന ആയത്തോ ഹദീസും പറയുമ്പോൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം കേട്ടോ. അത് ഞാൻ നിങ്ങൾ ആദ്യമേ ഏൽപ്പിച്ച്. ഈ ഉസ്താദ്മാരുടെ ശാസ്ത്രം എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് തെറ്റിയാതെ പറഞ്ഞു തരും. അതായത് തെറ്റുവാക്കിയാവില്ല. ഇങ്ങനെ തെറ്റിക്കൂല ഞാൻ. എന്നാലും അഥവാ മനുഷ്യനല്ലേ, തെറ്റിയാൽ നിങ്ങൾ ഇങ്ങനെ ഇടപെടണം. അത് മൂപ്പരല്ലേ ഇപ്പൊ എങ്ങനെയപ്പോ അതിനൊന്നും വിചാരിക്കരുത്. ഹദീസാണ്, ആയത്താണ്, എവിടെ നിങ്ങൾക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തോന്നിയ പോലെ പറയാൻ പറ്റിയ വിഷയമല്ല. നമ്മുടെ ഗഫലത്തിലാണ്. ഗഫലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്രദ്ധയാണ്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അശ്രദ്ധയാണ് എന്നതും എനിക്കറിയില്ല. അതായത് ഐ ഡോണ്ട് നോ ആൻഡ് ഐ ഡോണ്ട് നോ ദാറ്റ് ഐ ഡോണ്ട് നോ. എനിക്ക് അറിയില്ല എന്നതും എനിക്കറിയില്ല. അവിടെയാണ് ഈ പ്രശ്നങ്ങളുള്ളത്. ഭൂമി ഉരുണ്ടിട്ടാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളിപ്പോ എന്തിനാണ് ഈ പറഞ്ഞത്? ഗഫലത്തിന്റെ ആമീനാണത്. ഭൂമി ഉരുണ്ടിട്ടാണ് അള്ളാഹു തൗഫീഖ്. അതിനെന്താ ആമീൻ? അത് ഞാൻ ഫോർമൂർ ഉണ്ടാക്കിയതാണ്. അതായത് ഒരു കേട്ട ഞാൻ എന്താണെന്ന് അറിയില്ല. ഭൂമി ഉണ്ടിട്ടാണ് അള്ളാഹു തൗഫീഖ്. എന്ത് പരക്കാനുണ്ട്? ഇത് ഞാൻ അങ്ങനെ പറഞ്ഞതിനാണെന്നറിയോ? നമ്മൾ എന്തിനാണ് ഞാൻ ആമീൻ പറയുന്നത്, എന്തിനല്ല ഞാൻ ആമീൻ പറയുന്നത് നമുക്കറിയില്ല. അത് ടേപ്പിന് കേട്ടാൽ പിന്നെ അറിയാതെ ആമീൻ ആമീൻ ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഞാൻ സാധാരണ പറയാറുണ്ട്, തമാശ പറയാറുണ്ട്, ഉസ്താദ് പണ്ട് ഉസ്താദ് വേദ പറഞ്ഞ അത് പറയുമ്പോൾ, അതായത് പണ്ട് നിങ്ങൾ കേട്ടില്ല, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. ഈ ഒരു ഉസ്താദ് പണ്ടിങ്ങനെ വേദ പറഞ്ഞപ്പോൾ ഇങ്ങനെ നീട്ടി വേദ പറയാണ്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞു. അപ്പൊ സാധനം എല്ലാവരും കൂടെ പറഞ്ഞു റളിയല്ലാഹു അൻഹു. കുറച്ച് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് ക്യാപ്പിട്ട് കൊടുത്തു റളിയല്ലാഹു അൻഹു. കുറച്ച് കഴിഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു, ഉമർ തങ്ങൾ പറഞ്ഞു, അലിയാർ തങ്ങൾ പോയി, ഉസ്മാൻ തങ്ങൾ ഇരുന്നു. അപ്പോഴൊന്നും റളിയല്ലാഹു അൻഹു ഇല്ല. അപ്പൊ ഉസ്താദിന് മനസ്സിലായി പാറ്റേണനാണ് റളിയല്ലാഹു അൻഹു വരുന്നത്. മനസ്സിലായി. ഗ്യാപ്പിട്ട് കൊടുത്താൽ റളിയല്ലാഹു അൻഹു വരും. ഉസ്താദ് കാരണം ഒരു ശബ്ദങ്ങളെ കേൾക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, അൺകോൺഷ്യസ് ആയിട്ടുള്ള പാറ്റേണിൽ നിന്ന് നമ്മൾ, അതാണ് പറഞ്ഞത് ഗഫലത്താണ് ഞാൻ അല്ലെങ്കിൽ ഗഫലത്തിലാണ് ഞാൻ എന്നുള്ളത് തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിനും അതിന്റെ പ്രസക്തി ഇല്ലാത്തത്, അല്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റ് കിട്ടാത്തത്. ഭാര്യയുമായിട്ട് ഭർത്താവ് സംസാരിക്കുന്ന സമയത്ത് ഭാര്യയുടെ കണ്ണിലേക്ക് നോക്കി ആരാ സംസാരിക്കാറുള്ളത്?
ശരിയല്ലേ? കണ്ണിന്റെ ചലനങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു തവണ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിന്റെ റൂമിൽ ഒരു ദിവസം ഇരുന്ന സമയത്ത്, ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ റൂമിൽ ഞാൻ ഇരുന്ന സമയത്ത് അവിടെ ആരുമില്ല. ഒരു ദിവസം രാത്രി സമയമാണ്, ഉസ്താദ് എവിടുന്നോ പരിപാടി കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അവിടെ എത്തി നോക്കുന്നത് ഉസ്താദ് റൂമിലുണ്ട്, വേറെ ആരുമില്ല, ഫ്രീ ആണ്. ഞാൻ സാധാരണ ഉസ്താദിന്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവുമ്പോൾ ഞാൻ അവിടെ പോകാറില്ല. ഞാനും കൂടെ പോയിട്ട് കിടക്കേണ്ടതെന്ന് വിചാരിച്ചില്ല. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഒരുപാട് കാലിലും നീരും കെട്ടി വന്നിട്ട് പ്രയാസപ്പെട്ട് അവിടെ ഇരിക്കുകയും ഒന്ന് വേഗം വിശ്രമിച്ചോട്ടെ എന്ന് വിചാരിച്ചില്ല. ഒരു ദിവസം നോക്കുമ്പോൾ ആരുമില്ല. അപ്പൊ ഞാൻ കരുതി അപ്പൊ ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ച കൂടുതൽ പിന്നെ എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്താണ് ഈ സൈക്കോളജി എന്ന് ചോദിച്ചു. ഞാനങ്ങനെ മിണ്ടാകുന്നത് കാരണം എനിക്കത് ഉസ്താദിനെ അറിയാഞ്ഞിട്ട് ചോദിക്കല്ല. ഒരു ഉസ്താദ് ഒരു ചർച്ച തുടങ്ങുകയാണ്. അല്ലാതെ ഉസ്താദ് സൈക്കോളജി അറിയില്ല, ഇൽമുന്റെ ഒക്കെ പഠിച്ച ആളാണ് ഉസ്താദ്. അങ്ങനെ ചർച്ച ചെയ്ത് പറഞ്ഞു ഞാൻ NLP പറഞ്ഞു. ആധുനിക സൈക്കോളജിയിലെ ഒരു ബ്രാഞ്ചാണ് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അപ്പൊ ഉസ്താദിനോട് ചർച്ച ചെയ്യാതെ NLP പറഞ്ഞു. ഞാൻ വലിയ ഉഷാറായിട്ട് പറഞ്ഞാണ് NLP. അത് ഒരു സംഭവമാണ്. പിന്നെ NLPയിൽ കുറെ സംഭവങ്ങളുണ്ട്. കണ്ണിങ്ങനെ പോകുന്നത് കണ്ടാൽ അത് ഇതാണെന്ന് NLPയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നത് കണ്ടാൽ അത് ഇതാണെന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞ ഉസ്താദിനോട് പറഞ്ഞു അതൊരു കിതാബിലുണ്ട്. നമ്മൾ വലിയൊരു ആധുനിക സൈക്കോളജി അവതരിപ്പിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു അത് ചാരിയത്ര ഗ്രന്ഥപ്പുരയുണ്ട്. കിതാബിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ചാരിയത്ര ഗ്രന്ഥപ്പുരയുണ്ട്. ആ ഗ്രന്ഥപ്പുരയില് എനിക്ക് പറയപ്പെട്ട താനൊരു കിതാബിലുണ്ട് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പിന്നെ ഒന്നുമില്ല പറഞ്ഞു. അപ്പൊ ഇത്രയധികം ഈ ചലനങ്ങൾ, കണ്ണിന്റെ ചലനം, ഇതൊക്കെ സൂക്ഷ്മമായിട്ട് പഠിപ്പിക്കപ്പെടുന്ന മതമാണ് വിശുദ്ധമായ ഇസ്ലാം. എല്ലാ കാര്യങ്ങളിലും കണ്ണിന്റെ ചലനങ്ങളിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ എന്റെ ഈ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെറ്റൊക്കെ ശ്രദ്ധിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കറിയാം മെന്റലിസം എന്ന് പറയുന്ന ഒരു പുതിയൊരു ബ്രാഞ്ച് ഉണ്ട്. അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? അത് മെന്റലിസം എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാഞ്ച് ഉണ്ട്. പുതിയ ബ്രാഞ്ച് അല്ല, ആക്ച്വലി സൈക്കോളജിയിലെ ഒരു ബ്രാഞ്ച് അല്ല, പക്ഷെ അത് സൈക്കോളജിയിലെ പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള പുതിയ ഒരു രീതിയാണ് മെന്റലിസം എന്ന് പറയുന്നത്. മെന്റലിസ്റ്റുകൾ കാര്യമായിട്ട് നോക്കുന്നത് കണ്ണിന്റെ ചലനങ്ങളാണ്. കണ്ണിലേക്ക് നോക്കിയിട്ട് പറയും ഇപ്പൊ പറഞ്ഞത് കള്ളമാണ് പറയാൻ പറ്റും. NLPയിൽ അതായത് കണ്ണിന്റെ മൈക്രോ മൂവ്മെന്റ്സ്. കണ്ണിന്റെ മൈക്രോ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണിന്റെ ചെറിയ ചലനങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞത്. അപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇപ്പോ നമ്മൾ ഒരു കഴിഞ്ഞ കാലത്തെ ഒരു സംഭവം ഓർക്കാൻ പറഞ്ഞു. ഉദാഹരണം പറയാം, കള്ളന്മാരെ പിടിക്കാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. കള്ളന്മാരെ പിടിക്കാൻ ഉദാഹരണം പറഞ്ഞാല് പോലീസ് ഒരു കള്ളനെ ചോദ്യം ചെയ്യാണ്. അപ്പൊ കള്ളനോട് ചോദിക്കാണ് അപ്പൊ അന്ന് നിങ്ങൾ ആ സംഭവത്തിന്റെ അന്ന് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പൊ കള്ളൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു കാര്യം, കണ്ട ഒരു കാഴ്ച ഓർക്കുകയാണെങ്കിൽ കണ്ണ് പോകേണ്ട ഒരു സ്റ്റൈലുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് കണ്ണു പോയാൽ മനസ്സിലാക്കാൻ മുമ്പ് ഉണ്ടാക്കിയാലുണ്ട്. അങ്ങനെ മനസ്സിലായെങ്കിൽ കഴിഞ്ഞ കാലത്ത് കണ്ട ഒരു കാര്യം റിമെമ്പർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റീകോൾ ചെയ്യുകയാണെങ്കിൽ, തിരിച്ചു വിളിക്കുകയാണെങ്കിൽ, പണ്ടത്തത് ഓർക്കുകയാണെങ്കിൽ അത് കണ്ണ് പോകേണ്ട ഒരു വിഷയമുണ്ട്. അതിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് കണ്ണ് പോയാൽ ഇയാള് അന്നത്തത് പറയല്ല ഉണ്ടാക്കുകയാണെന്ന് ഇത് ചോദ്യം ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പൊ ഉടനെ തന്നെ അവിടെ ലോക്ക് വീഴും. ലോക്ക്ഡ്. ഇതൊരു മെത്തേഡാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഭാര്യ ഭർത്താവിന്റെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഈ കപ്പിൾസ് ട്രെയിനിങ്ങിനൊക്കെ ചെയ്യിക്കാറുണ്ട് ആക്ടിവിറ്റി. ഭാര്യനോട് ഭർത്താവിനോട് നേരെക്കാൻ പറയും, 5 മിനിറ്റ് കണ്ണിലേക്ക് നോക്കാൻ പറയും. തമാശ ഓർമ്മൊന്നും പണ്ടൊരു ജനറൽ കപ്പിൾസ് ട്രെയിനിങ് ആണ് എറണാകുളത്തെ. കപ്പിൾസ് ട്രെയിനിങ് നടക്കും. അതിൽ എല്ലാവരും ഉണ്ട്, അതായത് പല മതക്കാരുണ്ട് അതിനകത്ത്. അപ്പോ ഭാര്യനോട് ഭർത്താവിനോട് വേറെ ഒരു കോർണറിലേക്ക് പോയിട്ട് അവരവരുടെ എക്സസൈസുകൾ ചെയ്യാൻ പറയുന്നത്. അപ്പോ ഭാര്യമാരുടെ കണ്ണിലേക്ക് ഓരോരുത്തർ നോക്കണം എന്നുള്ളത്. അതിലൊരുത്തർ ചോദിച്ചു, സാറേ സ്വന്തം ഭാര്യനെയാണോ? വേറൊരു ഭാര്യനെയാണെങ്കിൽ എത്രയും നോക്കാതെ. സ്വന്തം ഭാര്യ 5 വർഷമായിട്ട് കൂടെയുള്ള, 22 വർഷമായിട്ട് കൂടെയുള്ള സ്വന്തം ഭാര്യന്റെ കണ്ണിന്റെ ചലനങ്ങൾ, കണ്ണിന്റെ ഇമോഷൻസ് ഇനിയും മനസ്സിലാവാത്ത ഭർത്താവ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ്. കണ്ണുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ തന്നെ ഉണ്ട്. എനിക്ക് പറയാം നിങ്ങളോട് യെസ് പറയാം. കണ്ണുകൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ടല്ല, അത് യെസ് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ, അത് വേറെ. അത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ്. അത് മുഖത്ത് വരുന്ന മാറ്റങ്ങളാണ്. ഞാനിപ്പോ പറയുന്നത് അതല്ല. നമ്മുടെ കണ്ണുകളെ കൊണ്ട് തന്നെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു വന്നത്, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ആ വിഷയത്തിലുള്ള നമ്മുടെ മനസ്സാന്നിധ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അതാണ് ഞാൻ പറഞ്ഞത്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ആ സംസാരിക്കുന്ന സമയത്ത് പോലും കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ഭാര്യയുടെ മുഖത്ത് വരുന്ന ചെറിയ മാറ്റങ്ങൾ, തിരിച്ചുട്ടോ ഭർത്താവിന്റെ മുഖത്ത് വരുന്ന ചെറിയ മാറ്റങ്ങൾ, അതേപോലെ ബാപ്പായുടെ, ഉമ്മായുടെ, മക്കളുടെ, ഏട്ടന്റെ, സഹോദരിയുടെ ഒക്കെ എല്ലാവരുടെയും ആ ചെറിയ മാറ്റങ്ങളടക്കം നിരീക്ഷിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ വളരെ ഇഫക്റ്റീവായിരിക്കും. നമുക്കിപ്പോൾ അതൊന്നും സമയമില്ല. നമ്മളെന്താ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോൺ സൈലന്റ് ആക്കി നോക്കട്ടെ. സൈലന്റ് ഇത് ബെല്ലടിച്ചാൽ ആകെ പ്രശ്നം. നിങ്ങളോട് പോകാൻ പറഞ്ഞിട്ട് എന്റെ ഫോൺ ഇങ്ങനെ ബെല്ലടിച്ചാൽ. അപ്പോ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനങ്ങളെ പിടിച്ചിട്ട് ഭാര്യയോട് പറയാം, പറഞ്ഞോ പെട്ടെന്ന് പറയാനല്ല, ഇതുകൊണ്ട് പറഞ്ഞാൽ ഇത് കമ്മ്യൂണിക്കേഷൻ അല്ലാതെ അത് മൊബൈലിൽ കളിക്കലാണ്. മൊബൈലിൽ കളിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് ഒറിജിനൽ കമ്മ്യൂണിക്കേഷൻ അല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം, എന്നാലേ അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. നെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ നെറ്റിൽ അടിച്ചുകൊണ്ട് 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഇപ്പൊ പറയുന്നില്ല, വലിയ പോയിന്റാണ്. 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന കോർപ്പറേറ്റിലൊക്കെ ക്ലാസ് എടുക്കുന്ന വിഷയമാണത്. കുടുംബത്തിലേക്ക് തൽക്കാൻ ആവശ്യമില്ല. 80-20 പ്രിൻസിപ്പിൾ നെറ്റിൽ ഉപയോഗിക്കുന്ന ആളുകൾ അടിച്ചു നോക്കാതെ നിങ്ങൾക്ക് വായിച്ച് ഇംഗ്ലീഷിൽ അതിന്റെ ലേഖനങ്ങളൊക്കെ കാണാൻ വായിച്ചു നോക്കാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റാണ്. ചെയ്യുന്ന കാര്യത്തിൽ അത് എന്താവട്ടെ, ഒരു ഉദാഹരണം പറഞ്ഞാണ് ഭാര്യയോട് വർത്താനം പറയാം, അതേപോലെ മക്കളുടെ കൂടെ കളിക്കുക, അതേപോലെ വാപ്പാന്റെയും ഉമ്മാന്റെയും മുഖത്ത് നോക്കിയിട്ട് അവർക്ക് സിനിമത്തെ എടുത്തു കൊടുക്കുക. ഏത് ചെയ്യുമ്പോഴും അതിൽ തന്നെ ചിന്തിക്കണം നമ്മൾ. അപ്പോഴാണ് എന്റെ ഇണയുടെ, എന്റെ ഭാര്യയുടെ, എന്റെ ഭർത്താവിന്റെ, എന്റെ മോന്റെ, അല്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ, എന്റെ ഉപ്പാന്റെ വികാരങ്ങളിൽ വരുന്ന സിമ്പിളായിട്ടുള്ള വ്യത്യാസങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇന്ന് ഒരു കാര്യം ചെയ്യുന്നു, വേറെ ഒരു കാര്യം മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റിസൾട്ടും അതിൽ കിട്ടുന്നില്ല. യാസീൻ തുടങ്ങിയിട്ട് തബാറക്കയുടെ കൂടി അവസാനിക്കാറില്ലേ? സത്യം പറഞ്ഞ ഇവിടെ ഇതൊന്നുമില്ല, മറച്ചു വെക്കലൊന്നുമില്ല, ഒക്കെ ഉള്ളതില്ല ആന്ന് പറയണം. എത്ര കാലം നമ്മളിതൊക്കെ ഇങ്ങനെ ഞാൻ ധാരാളം നടന്നത്. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് ഉള്ളു പൊള്ളയാണെന്നൊന്നും തിരിച്ചറിയുന്നത് നല്ലതാണ് എപ്പോഴും. അപ്പൊ നിങ്ങൾ പബ്ലിക്കായിട്ട് പറയാമെന്ന് വേണം, ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ പബ്ലിക് അല്ലാതെ വിളിച്ചു പറയണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിളിച്ചു സാർ ഞാൻ അങ്ങനെയാണ് വിളിച്ചു പറയണ്ട, നിങ്ങളിങ്ങനെ സമ്മതിച്ചാൽ മതി ഓരോ പോയിന്റ് പറയുമ്പോഴും. പിന്നെ പെണ്ണുങ്ങൾക്ക് സ്വഭാവമുണ്ട്, ഊക്കിപ്പ് എങ്ങനെ, അത് ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഇപ്പുറത്ത് സൈഫനീസ് ഇരിക്കണ്ടാവും. സൈഫനീസ് എന്താ കൈ ഊക്കുണ്ടാവും. മനസ്സിലായില്ല, ഇങ്ങനെയല്ല ഇപ്പോഴും മനസ്സിലായത്. ക്ലാസ്സിന് വന്നോട്ടുള്ള ഗുണമാണിത്. എന്തുകൊണ്ട് വേറെ സൈഫനീസാരെ നോക്കണം, നിങ്ങൾക്ക് ഈ സൈഫനീസാരെ മാത്രം നോക്കിയാൽ മതി പെണ്ണുങ്ങളെ. അത് നമ്മളെ ഹാസിബും പകരം നമ്മളെ മാത്രം അനലൈസ് ചെയ്താൽ മതി, മറ്റുള്ളവരെ അനലൈസ് ചെയ്യാൻ പോണാവില്ല, തെറ്റുമത്. അതൊക്കെ വലിയ വിഷയമാണ്. നമുക്ക് നമ്മളെ വേറൊരാൾ അനലൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു തന്റെ മാനസികാവസ്ഥ നമുക്ക് എങ്ങനെ അറിയാനാണ്, വലിയ ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഞാൻ ചോദ്യം ചോദിക്കട്ടെ സാസിനോട്, ഉത്തരം പറയേണ്ട ചോദ്യം കേട്ടോ, ഒക്കെ പറയണം. അതായത് കുടുംബജീവിതം എന്ന് പറയുന്നത് എന്തിനാണ്? ഒക്കെ പറയും. ഇതിന് കല്യാണം കഴിയാത്തവർക്ക് പറയാം, കല്യാണം കഴിഞ്ഞവർക്ക് പറയാം, കണക്കൊന്നുമില്ല, ആർക്കും പറയാം. പറഞ്ഞത് കുടുംബജീവിതം എന്തിനാണ്? എന്തോ പറഞ്ഞിരുന്നു എന്തിന്? ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ. ശരിയാണ്, നല്ല പോയിന്റാണ്. കുറത്തുവായന കൺകുളിർമയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളത് കുടുംബം ഒന്ന് പറഞ്ഞു. പിന്നെ എവിടെ? തഖ്വയിൽ ജീവിക്കാൻ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വെരി ഗുഡ്. കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാനാണ്, അതായത് ധാർമ്മികമായ സംരക്ഷണം നടക്കും ശരിക്കും. ഓക്കെ, ഫൈൻ. പിന്നെ ഏതാ? ആ ഏകാന്തതയിൽ നിന്നുള്ള ഒരു മോചനം അല്ലേ? അതായത് ജീവിതത്തിൽ എന്തിനും ഏതിനും കൂടെ ഒരു ഇണ, കൂടെ ഒരു തുണ. വല്ലാത്തൊരു സന്തോഷമാണത്. വെരി ഗുഡ്. ജീവിതത്തിൽ നല്ല പോയിന്റാണ്. ജീവിതത്തിന്റെ ശക്തി വർദ്ധിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ. കാരണം എന്താണെന്നറിയോ? കല്യാണം കഴിക്കുന്നതിനും ഞാൻ ഒറ്റയ്ക്കാണ്. ഈ ചില ആളുകൾ താമസിക്കാൻ പറയാറുണ്ട്, ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ബസ് പോലെയാണ്. ദാമ്പത്യ ജീവിതം ബസ് പോലെയാണ്. പലരും പറഞ്ഞില്ലേ, ദാമ്പത്യ ജീവിതം ബസ് പോലെയാണ്. ബസ്സിൽ കുറെ യാത്രക്കാരുണ്ടാവും. യാത്രക്കാരുടെയൊക്കെ ആഗ്രഹം അതിൽ നിന്ന് ഇറങ്ങാനാണ്. ബസ്സിൽ നിന്ന് പുറത്ത് കുറെ ആളുകളുണ്ട്, അവരുടെയൊക്കെ ആഗ്രഹം അതിലേക്കൊന്ന് കയറാനാണ്. അപ്പൊ ആ ബസ്സാണ് ദാമ്പത്യ ജീവിതം എന്ന് ചില ആളുകൾ തമാശയ്ക്ക് വേണ്ടി പറയാറുണ്ട്. കുടുംബജീവിതത്തിന്റെ കുട്ടൻസ് പിടികിട്ടാത്തവർ. കുടുംബജീവിതം അതൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്
ഒറ്റയ്ക്ക് ജീവിച്ച് കുറെ കാലം, ആൺകുട്ടികളാണെങ്കിൽ ഒരു 10-25 വർഷക്കാലം ഒറ്റയ്ക്ക് ജീവിച്ച്, പെൺകുട്ടികളാണെങ്കിൽ ഒരു 18-19-20 വർഷക്കാലം ഒറ്റയ്ക്ക് ജീവിച്ച്, അതിനുശേഷം വേറെ ഒരുത്തന്റെ കൂടെ അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ ഒരുത്തിയുടെ കൂടെ ജീവിതം അങ്ങ് ആരംഭിക്കുമ്പോഴേക്കും എന്റെ കഴിവുകളും എന്റെ ഭാര്യയുടെ കഴിവുകളും രണ്ടും കൂടെ ചേർന്ന് ഒരു ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയാണ്. പിന്നെ ഇത് രസകരമാണ്. അതേസമയം ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ഇന്റെ നെഗറ്റീവുകളും ഭാര്യന്റെ നെഗറ്റീവുകളും കൂടെ ചേർന്നിട്ട് വലിയ എന്താ പറയുക അതാപിലേക്ക് പോകാം. അതെല്ലാം നമ്മളെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചാണ്. നിങ്ങൾ ആലോചിച്ചു, ഭാര്യന്റെ ദുശീലങ്ങളും എന്റെ ദുശീലങ്ങളും, ഭാര്യന്റെ ദേഷ്യം പൊറുപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത് വല്ലാത്ത ഒരു എന്താ പറയാ ഒരു സംഭവമായി മാറുന്നത്. മനുഷ്യന്റെ തകർച്ചക്കത് മതി. ഇതിന് നമ്മൾ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ജീവിതം സന്തോഷകരമായി മാറുന്നതിന്റെ ഒരു കാരണമാണ് എന്റെ ഭാര്യയുടെ കഴിവുകളും എന്റെ കഴിവുകളും രണ്ടും കൂടി ചേർന്നുകൊണ്ടാണ് ഈ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്റെ ജീവിതത്തിന്റെ ശക്തി വർദ്ധിക്കും. കാരണം എന്റെ ഭാര്യ കാരണമായിട്ട് എനിക്ക് പുരോഗതി കിട്ടും, ഞാൻ കാരണമായിട്ട് എന്റെ ഭാര്യയ്ക്ക് പുരോഗതി കിട്ടും. ഇത് സത്യമാണ്. ഒറ്റ ഉദാഹരണമാണ്. എനിക്കില്ലാത്ത ഒരു കഴിവുണ്ട്, എന്റെ ഭാര്യയ്ക്കുള്ളൊരു കഴിവ്. ഈ ടെക്നോളജിയിൽ എനിക്ക് വലിയ കഴിവൊന്നുമില്ല. എന്റെ കാര്യം ഉള്ളത് പറയാം, ഓപ്പണായിട്ട് പറയാം. ടെക്നോളജി എനിക്ക് ഒരുപാട് അറിയില്ല. മൊബൈലിൽ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അത്യാവശ്യമുള്ള ഓപ്ഷൻസ് ഞാൻ ഉപയോഗിക്കും, നെറ്റ് ഉപയോഗിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നല്ലാതെ അതിന്റെ എല്ലാ ഓപ്ഷൻസും എനിക്കറിയില്ല. അത് എന്നെക്കാൾ എന്റെ ഭാര്യയ്ക്ക് അറിയാം. അത് ഞാൻ എന്താ ചെയ്യുന്നത്, വല്ല ഫയൽ സെർച്ച് ചെയ്യാനോ ഇന്റർനെറ്റിൽ നിന്ന് വല്ല ഫയൽ കണ്ടുപിടിക്കാനോ അങ്ങനെയുള്ള വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഭാര്യയെ വിളിച്ചിട്ട് അവളെ ഏൽപ്പിക്കും. അവളെ ഭംഗിയായിട്ട് ചെയ്തു തരും. ഞാൻ ലാസ്റ്റുള്ള അതിന്റെ മുമ്പ് ഇറങ്ങിയ എന്റെ ഒരു CD ഉണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള CD-യാണ്. തിരുദർശനം ശാസ്ത്രീയ വീക്ഷണത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരു CD ഉണ്ട്. ആ CD-യിൽ എന്റെ ഭാര്യ പറഞ്ഞ ഒന്നൊരു പോയിന്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നെറ്റ് അവളെ സെർച്ച് ചെയ്തിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു പഠനം അവർ കണ്ടെത്തി. എന്നിട്ട് ഇങ്ങനൊരു പഠനമുണ്ട്. ആ പഠനം എനിക്ക് കാണിച്ചു തന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാനും പഠിച്ചു. അങ്ങനെ ഞാൻ അതിന്റെ ഒരു വീഡിയോ കൂടെ ഭാര്യ എന്നെ കണ്ടെത്തി തന്നു. ബാങ്കിന്റെ ഒരു വല്ലാത്തൊരു മഹത്വത്തിന്റെ ഒരു ശാസ്ത്രീയമായ ഒരു ലെവൽ അതിനകത്ത് പറയുന്നുണ്ട്. അതെന്റെ ഭാര്യയിൽ നിന്ന് കിട്ടിയതായിരുന്നു. അപ്പോൾ ഭാര്യയുടെ ടെക്നോളജിക്കൽ കഴിവ് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ബാക്കിലുള്ളത് വല്ലാത്തൊരു സന്തോഷമാണ്. എന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് ഇല്ലാത്ത ചില കഴിവുകൾ എനിക്കുണ്ട്. ആ കഴിവ് എനിക്കുള്ളത് കൊണ്ട് അൽഹംദുലില്ലാ ഭാര്യയ്ക്ക് ഞാൻ കാരണമായിട്ട് പുരോഗതിയാണ്. ഇതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എല്ലാവരും തമ്മിൽ ഞാൻ നല്ല ഉന്നതനായ ഭർത്താവാണെന്ന് പറയില്ല കേട്ടോ. എനിക്ക് എന്റെ ദൗർബല്യങ്ങളുണ്ട്, എന്റെ ഭാര്യയ്ക്ക് എന്റെ ഭാര്യയുടേതായ ദൗർബല്യങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞുകൊണ്ട് എല്ലാം അങ്ങനെയാണെന്ന് അർത്ഥമൊന്നുമില്ല. നമ്മളൊക്കെ പച്ച മനുഷ്യരാണ്. നമുക്കൊക്കെ തെറ്റുകൾ പറ്റും. പക്ഷെ ആ തെറ്റുകൾ പറ്റുമ്പോൾ നമ്മൾ തിരുത്താറുണ്ട്. ആ തിരുത്താൻ നമ്മൾ തയ്യാറാവുക. അതാണ് ഒരു സന്തോഷകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ദാമ്പത്യ ജീവിതം. ഓക്കെ, ഇനി വേറെ പോയിന്റ് പറഞ്ഞു. ദാമ്പത്യ ജീവിതം എന്തിനാണ് എന്നതിന്റെ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പോയിന്റുകൾ ഉണ്ടാവും. ഇത് ചർച്ചയാണ്, ഇതിലെല്ലാവരും പങ്കെടുക്കും. പറഞ്ഞ് ചിലപ്പോൾ ഞാനിങ്ങനെ ചൂണ്ടിയിട്ടൊക്കെ ചോദിക്കട്ടോ, ആ ചുവന്ന ഷർട്ട് അങ്ങനെയൊക്കെ പറയാൻ ചുവന്ന നിങ്ങളെ മാത്രമുള്ളൂ അവിടെ ഉദാഹരണം പറഞ്ഞു അങ്ങനെ ചോദിക്കും. അതൊന്നും വിചാരിക്കാതെ എന്താ പിന്നോട് ചോദിച്ചു, നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അത് രസമാണ്. പിന്നെ ഇമ്പോസിഷൻ ഒന്നും ഉണ്ടാവില്ല ഇതിൽ. പണ്ട് തറ നിലവാരത്തിലായി പോയി, തറ എഴുതി പണ്ടിൽ 25 പ്രാവശ്യം തറ എഴുതാൻ പറയും. കിട്ടിയിട്ടില്ലെങ്കിൽ തറ തെറ്റിയാൽ ആ തറ 25 പ്രാവശ്യം എഴുതി ആളുകളൊക്കെ തറ നിലവാരത്തിലായി പോയിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്മെന്റ് ലെവലിൽ പറഞ്ഞ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് പറഞ്ഞു. കുടുംബം എന്തിനാണ് എന്നതിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഹലാലായ ഈ ലോകത്ത് അള്ളാഹു ഹലാലാക്കിയിട്ടുള്ള ശാരീരിക സുഖങ്ങളിൽ ഏറ്റവും നല്ലത് ആ ഒരു സുഖം, ശാരീരിക സുഖം പരസ്പരം ആസ്വദിക്കാൻ വേണ്ടിയുള്ളതാണ്. നല്ല പോയിന്റാണ് അത്. അതിനെക്കുറിച്ചൊക്കെ പഠനങ്ങളുണ്ട് കേട്ടോ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിനാണ് അവിഹിത ബന്ധത്തെക്കാളും ടേസ്റ്റ് കൂടുക. കാരണം ഇത് അല്ലാത്തവർക്ക് എന്തൊക്കെയായാലും കുറ്റബോധം ഉണ്ടാവും. അതിപ്പോ പാടില്ലാത്തതാണ്. ആ കുറ്റബോധമുള്ള മനസ്സിൽ ശാന്തി ഉണ്ടാവില്ല. ശാന്തി ഇല്ലാതെ അതിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇതുണ്ടാവില്ല. അതായത് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്താൽ കിട്ടുന്ന ഒരു ഇന്നർ ആനന്ദമുണ്ട്, ഒരു ഇന്നർ പീസ്. അത് കിട്ടില്ല എന്നാണ് പഠനമാണത്. പിന്നെ വേറെന്താ നിങ്ങളെ ഇല്ല ഞാൻ പറയാൻ കുറച്ച് പറഞ്ഞു. ഞാൻ വിചാരിച്ചെന്ന് പറയുന്നത് പിന്നെ ഈ പെണ്ണുങ്ങൾക്കുണ്ട് ബസ്സിൽ സീറ്റ്, ഞാൻ കണ്ടന്റ് സീറ്റായിരുന്നത് പറയും. പണ്ടൊരാളിങ്ങനെ ഈ പെണ്ണുങ്ങനെ കുട്ടിന്റെ പറ്റി ടർക്കി കേട്ട് സീറ്റിൽ എപ്പുറത്തുകൂടെ നമ്മൾ വേറെ ഒരാൾ ഇരുന്നിട്ടുണ്ട്. ഞാൻ കണ്ടതാണ്.
അത് ഓള് ചോദിച്ചു, അങ്ങനെ ഞാൻ ഇതിന്റെ ബസ്സിന്റെ നേരെ ദാർപ്പായി വിരിച്ചാൽ സീറ്റൊക്കെ എനിക്ക് കിട്ടുമെന്ന്. അൽഹംദുലില്ലാ, ഒരു സഹോദരി 313 രൂപ ഈ പരിപാടിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ഉദ്ദേശമാണെങ്കിലും കബൂലാക്കി കൊടുക്കുമാറാവട്ടെ. ഇവിടുന്ന് എങ്ങാനും സംഭാവന തരാതെ പോയാലുണ്ടല്ലോ. അതാരാണത്? ഒരു സഹോദരി എഴുതേണ്ടി അല്ല, പേരെഴുതണോ? ഇല്ലെങ്കിൽ ഒന്നത് ആക്കി വെക്ക്. സംഭാവന കൊടുത്തേക്കിട്ടാ, സംഭാവന കൊടുത്തേക്ക്. അല്ലെങ്കിൽ 626 ആവും. അല്ല 626 തന്നെ ആവുക. അതായത് സമ്പത്തിലൊക്കെ ബർക്കത്തില്ലേ. ഓക്കെ, ഇങ്ങനെയുള്ള കുറെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുടുംബജീവിതം ആരംഭിക്കുന്നത്. വിശുദ്ധമായ ഖുർആൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിടത്ത് ആദ്യം തന്നെ പറഞ്ഞത് കുടുംബജീവിതം എന്ന് പറയുന്നത് മനസ്സമാധാനം ഉണ്ടാവാനാണെന്നാണ്. മനസ്സമാധാനം ഉണ്ടാവാനാണ് കല്യാണം കഴിക്കുന്നത് എന്ന് പറയുന്നത്. ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട് മനസ്സമാധാനം ഉണ്ടാവാനാണ് കല്യാണം. എന്നാൽ ചില ആളുകളൊക്കെ കൗൺസിലിങ്ങിന് വേണ്ടി വരുമ്പോൾ പറയുന്നത്, സാറേ ഇത്ര സന്തോഷത്തോടായിരുന്നു ഞാനൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്, എന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് പോയതാണ് സാറേ മനസ്സമാധാനം എന്നാണ് സാധാരണ പറയാറുള്ളത്. ഖുർആനിലെ പറയുകയാണെങ്കിൽ തസ്കുനു ഇലൈഹ, അവൻ അങ്ങോട്ടൊക്കെ നടന്ന് കയറി ചെന്നിട്ട് ശാന്തി സമാധാനമൊക്കെ ഉണ്ടാവാനാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് വജാല ബൈനക്കും മവദ്ദത്തൻ വറഹ്മത്തൻ, ഈ ദമ്പതികൾക്കിടയിൽ നമ്മളാക്കുന്നത് മവദ്ദത്താണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, സ്നേഹത്തിന്റെ വലിയ അവസ്ഥയാണ്, പരകോടി സ്നേഹത്തിന്റെ അവസ്ഥയാണ് മവദ്ദത്ത് എന്ന് പറയുന്നത്. റഹ്മത്തൻ, അവർക്കിടയിൽ കാരുണ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്നേഹവും കാരുണ്യവും പരസ്പര സഹകരണവും അങ്ങനെയുള്ള ഒരു സംഭവമാണ് ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. എവിടെയാണ് പിന്നെ പ്രശ്നങ്ങൾ പറ്റുന്നത്? എന്തുകൊണ്ടാണ്? ഈ പുതിയ കാലത്തെ കണക്കുകളൊക്കെ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മൾ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് മർക്കസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഇഹ്റാം എന്ന് പറയുന്ന നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനത്തിൽ അത് സൈക്കോളജിക്കൽ സ്റ്റഡി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു ചെറിയൊരു പഠനം നമ്മൾ നടത്തി. അപ്പോൾ ആ പഠനം നടത്തി നോക്കി എന്തുകൊണ്ടാണ് ദമ്പതികൾക്കിടയിൽ ഈ ദാമ്പത്യ പരാജയങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം എന്താണെന്ന് ദമ്പതികൾക്ക് അറിയില്ല. അതായത് എങ്ങനെയാണ് സന്തോഷകരമായി ജീവിക്കേണ്ടത് എന്നത് അറിയില്ല. ഇതറിയാതെയാണ് ജീവിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ചു കാലം ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും, ഇക്ക നമ്മൾ നാളെ ടൗണിൽ പോവാം. ഭർത്താവ് പറയും, ഓ പോകാം. ആദ്യത്തെ കാലം കണ്ട. പിന്നീട് പറയും, നമ്മള് അത് വാങ്ങിയാലോ? ഓ വാങ്ങാം, ഇവർ റെഡിയാ. കുറച്ച് കാലം കഴിയുമ്പോ ഇക്ക നമ്മൾ പോവാം. മൂപ്പര് പറയും വൈകുന്നേരം പോവാം. എന്നാലും കുഴപ്പമില്ല, വൈകുന്നേരം പോവില്ല. കുറച്ച് കഴിയുന്നേരം പറയും നാളെ പോകാം. ഇവളോക്ക് പ്രശ്നമില്ല, നാളെ പോകട്ടോ. പിന്നെ പറയും നോക്കട്ടെ അടുത്ത ആഴ്ച പോകാം. പിന്നെ പറയുന്നത് എന്താ പോയിട്ടില്ലെങ്കിൽ. അപ്പൊ ചില പെണ്ണുങ്ങള് എന്താ പോയാല് അപ്പോഴാണ് എന്തുണ്ടാവാ, മഴക്കാറും ഇടിവെട്ടലൊക്കെ ഉണ്ടാവാ. മഴക്കാറും ഇടിവെട്ടൽ മനസ്സിലായില്ലേ? ആ മഴക്കാറും ഇടിവെട്ടലൊക്കെ ഉണ്ടാവാ. പിന്നെയാണ് ഇത് കുറച്ചു കാലം കഴിഞ്ഞ് ആദ്യത്തെ കാലത്ത് പെണ്ണ് പറയുന്നത് ആണ് കേൾക്കും, എന്തും സാധിച്ചു കൊടുക്കും. പിന്നത്തെ കാലത്ത് ആണ് പറയുന്നത് പെണ്ണ് കേൾക്കും, ഈ പറഞ്ഞ കേട്ടാ മതിട്ടാ എന്ന രീതിയിൽ മാറും. കുറച്ചുകൂടി കഴിയുമ്പോൾ തമാശക്ക് പറയാറുണ്ട്, രണ്ടു കൂട്ടരും കൂടെ ആണും പെണ്ണും കൂടെ പറയും, നാട്ടുകാരും കേൾക്കുന്നു. ആ ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്നറിയോ? ആണ് കീഴടങ്ങിക്കൊണ്ടു. പൊതുവെ ആണിന്റെ വല്ലാതെ പ്രശ്നത്തിലൊന്നും പോവില്ല. ശരിയാ? അതായത് ആണിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ, മൂപ്പര് വീട്ടിൽ പ്രസിഡന്റ് എന്ന് പുറത്തിറങ്ങിയാലും മൂപ്പർക്ക് അവസരം. പെണ്ണിന് ഒരു പ്രശ്നമില്ല. കാരണം പെണ്ണിന് നാട്ടിലേക്കൊന്നും അറിയില്ല. സമൂഹത്തിലാണ് ഇത്. മൂപ്പര് മാഷാണ്. മാഷ് എല്ലാവർക്കും അറിയാം. മാഷ് വീട്ടിൽ പ്രശ്നമുണ്ടാവും, മാഷ് കുടുംബത്തിന് പ്രശ്നമുണ്ടോന്നാണ്. അത് മാഷിന് വലിയ പ്രശ്നം. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സെക്രട്ടറി എന്തോ ഒരു ആള്, അയാൾക്ക് പ്രശ്നമാണ്. അപ്പൊ അയാൾ നല്ല സഹിച്ച് മനസ്സിലൊക്കെ ഇങ്ങനെ അമർത്തിച്ച് കൊണ്ടുവരുന്നു. ലാസ്റ്റ് എന്താ ഉണ്ടാകുന്നറിയോ? ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ആണിനോ പെണ്ണിനോ? ആണുങ്ങൾക്കാണ്. ഇറ്റൊക്കെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ടാവട്ടെ കേട്ടോ. അല്ലാഹു തആല ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെയുള്ള ആയുസ് നൽകുവാനാവട്ടെ.
ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞാൽ ആർക്കും വേണ്ട, ആണിനും വേണ്ട. അതിന്റെ കാരണം ഇതാണ്, ഈ ഹാർട്ടിന്, നമ്മുടെ ഹൃദയത്തിന് ഇതൊക്കെ താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു കപ്പാസിറ്റി ഉണ്ട്. കപ്പാസിറ്റിക്ക് അപ്പുറത്ത് കാര്യങ്ങൾ അതിൽ ലോഡായി കഴിഞ്ഞാൽ ഒന്നുകിൽ മനസ്സിന്റെ നില താളം തെറ്റും, മാനസിക നില താളം തെറ്റുന്നിട്ട് എന്തൊക്കെയോ പറയാൻ തുടങ്ങും. അല്ലെങ്കിൽ വേറെ തരത്തിലായി കഴിഞ്ഞാൽ സൈക്കോസൊമാറ്റിക്, ഇപ്പൊ വിശദീകരിക്കുന്നതാവുന്നു, സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന, അങ്ങനെ വേറെ ചില, അതായത് ശാരീരിക വേദന അല്ല, അത് മനസ്സിലുള്ള വിഷമങ്ങളെ കൊണ്ട് ശരീരത്തിൽ വേദന, അതാണ് സൈക്കോസൊമാറ്റിക്. അതും അല്ലെങ്കിൽ ഉണ്ടാവുന്ന അവസ്ഥയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. സഹിച്ച് ലാസ്റ്റ് ഇമോഷൻ താങ്ങി നടന്നാൽ ഒരു പരിധി കഴിയുമ്പോൾ ഹൃദയത്തിന്റെ ഇതൊന്ന് കൺട്രോൾ അങ്ങോട്ട് വിടും. അപ്പോഴാണ് ഈ കാർഡിയാക് അറസ്റ്റ്, അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുക. പക്ഷേ ക്യാൻസർ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്കാണ്. പക, അസൂയ, കണ്ടുകൂടായ്മ, ഇങ്ങനെ തുടങ്ങി സർവ്വം കൊണ്ടുവരുന്നത് ഈ സാധനങ്ങൾ. അതുകൊണ്ട് ക്യാൻസർ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്കിടയിലാണ്. പഠനമുണ്ട്. ലൂയിസ് ലേ എന്ന് പറയുന്ന ലേഡി സൈക്കോളജിസ്റ്റ് പഠനത്തിലൂടെ തെളിയിക്കുന്നുണ്ട്, ക്യാൻസറിന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാരണമാണ് പക, അസൂയ, പകരം കിട്ടാനുള്ള ചിന്ത. ഈ ചിന്തകൾ മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇതൊക്കെ എത്ര മനോഹരമായിട്ട് പുന്നാരൻ നബി പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ ജസദില്ല മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു. അങ്ങനത്തന്നല്ലേ? തെറ്റില്ലല്ലോ. വൈദാ ഫസദൽ ജസദു കുല്ലു. ഞാൻ ഉസ്താമാനൊക്കെ നോക്കുന്നത് തെറ്റിന്റെ പറയാനാണ്. അലാ വഹിയൽ ഖൽബെന്നാണ്. അത് ശരിക്കും വിശദീകരിക്കുക. ആ പോയിന്റ് മാത്രം വിശദീകരിക്കാൻ 2 മണിക്കൂറാണ്. ഇത്രയും വിശാലമാണ് ഒറ്റ പോയിന്റ് വിശദീകരിക്കാൻ. കാരണം ആധുനിക സൈക്കോളജിസ്റ്റുകൾ അതിന് അടിവരയിട്ട് ആങ്കർ എന്ന് പറയുന്ന, അത് ദേഷ്യം എന്ന് പറയുന്ന ഒരു ഒറ്റ വികാരത്തെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ആധുനിക. അതേപോലെ തന്നെ ഈ പിന്നെ എന്താണ് ബയോകെമിസ്റ്റുകൾ അതിനെക്കുറിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് പഠനം നടത്തുക. ബയോകെമിസ്റ്റുകളും നടത്തുന്നുണ്ട്, ക്വാണ്ടം ഫിസിസ്റ്റുകളും നടത്തുന്നുണ്ട്. ഇവരുടെ ലേറ്റസ്റ്റ് പഠനങ്ങളുണ്ട്. ദേഷ്യം നിരന്തരമായി പിടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇസ്ലാമിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ദേഷ്യമുള്ള ചില ആളുകളുണ്ട്, ചില പെണ്ണുങ്ങളുണ്ട്, കുടുംബത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, സാറേ മൂപ്പര് വീട്ടിക്ക് വന്നാലും പുലിയാണ്. ഭർത്താവ് വീട്ടിൽ വരുമ്പോ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട്, നമ്മളുണ്ടല്ലോ പണ്ടിങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് വരുന്ന മാതിരി ശബ്ദമല്ല, ഒച്ചല്ലേ ഉണ്ടാക്കി. ഒച്ച ഉണ്ടാവില്ല ഇവിടെ, ഒച്ച എന്ന് പറയില്ല ഇവിടെ, പറയുവാ. പ്രത്യേകിച്ചും അങ്ങനെ തന്നെ ചില വാക്കുകൾ ഇവിടുന്നതും എന്റെ നാട്ടിലും കുറെ സെയിമുണ്ട്. ചിലത് ഇല്ലാത്തത് കൊണ്ടില്ല, ഒരു ബന്ധമില്ലാത്ത വാക്കുകൾ. ഇന്നിപ്പോ ഞാൻ രാവിലെ സ്ഥലത്ത് വാക്കട്ടെ ഒരു വാക്ക് ഞാൻ പഠിച്ചിട്ട് ലാസ്റ്റ് ചേച്ചിറതാണ്. എന്താ അത്? ചേച്ചിണ്ടാവുക. അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൊള്ളിക്കിഴങ്ങില്ലേ, കിഴങ്ങന്നല്ല, അത് നമ്മളൊക്കെയാണ് കിഴങ്ങ്. അത് നട്ട് കഴിഞ്ഞാൽ കുറച്ച് അതിൽ നിന്നിങ്ങനെ പൊട്ടി മുളച്ചുണ്ടാവില്ല. എന്താ പറയാ? ഏതാണ്? അതിന് ചേച്ചിണ്ടാവാന്ന് പറയാറുണ്ട് നമ്മുടെ സ്ഥലത്ത്. കണ്ണൂരില്ലേ ഇങ്ങനെ ഓരോ വാക്കുകളുണ്ട്. ഞാൻ എന്താ പറഞ്ഞു വന്ന വിഷയം എന്താ പറഞ്ഞു വന്നത്? അല്ലെങ്കിൽ വിശദിക്കുക. ഈ ആങ്കർ, ദേഷ്യം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് സ്റ്റഡി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറുമ്പോഴാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ഭാരമായിട്ട് നമുക്ക് പിന്നീട് തോന്നുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കുടുംബജീവിതം സാധ്യമല്ലേ? സാധ്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാകുമോ? പിണക്കങ്ങൾ ഉണ്ടാകും. ആ പിണക്കങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ചില രീതികളുണ്ട്. ചില സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകും, ചെറിയ ഇഷ്യൂസ് ഉണ്ടാകും. അത് ഉണ്ടാവുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുരുഷന്മാർ അതിന്റെ ഉള്ളിൽ ഒതുക്കി ലാസ്റ്റ് ഇങ്ങനെ കേൾക്കാം, യൂസുഫ് ഹാജി ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു, ജബ്ബാർ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ICUവിലാണ്, എന്താ പറയാൻ പറ്റില്ല എന്ന് പറയും. അത് ഈ അടക്കി കൊണ്ടു നടന്ന പ്രശ്നമായിട്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങൾ ഇങ്ങനെ കൊണ്ടു നടന്ന അവസാനം അങ്ങനെ ഇമോഷണലി വേസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ തോറ്റാലും പ്രശ്നമില്ല, ബിസിനസ് പൊളിഞ്ഞാലും പ്രശ്നമില്ല. സ്നേഹിക്കുന്ന, പിന്തുണ തരുന്ന ഒരു ഭാര്യ വീട്ടിലുണ്ട് എന്നുള്ള ഒരു ചിന്ത ഉള്ള ഒരു പുരുഷനാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമായിരിക്കും. കാരണം അയാൾക്ക് കുടുംബം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷമായിരിക്കും. ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, ഇപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. ഞാൻ ചില ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിക്കും, എല്ലാവരും നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് ഒന്ന് ആലോചിക്കും. കല്യാണം കഴിച്ചവരോടൊക്കെ പറയും, നിങ്ങൾ ഭാര്യയെ കുറിച്ചൊന്ന് ആലോചിക്കുന്നു പറയും.
അല്ലെങ്കിൽ ഞാൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. അപ്പോഴേ സംഗതി പിടിയിട്ടുള്ളൂ. ഭാര്യയെ കുറിച്ച് ആലോചിക്കാൻ പറയുമ്പോൾ ചില ആളുകൾ ഭാര്യയെ കുറിച്ച് ആലോചിച്ചു അതാ തളർന്നു പോകുന്നത്. ഇങ്ങനെ എനർജിയിൽ നിൽക്കുകയോ ഇങ്ങനെ അല്ലെങ്കിൽ ഭാര്യയെ കുറിച്ച് അറിയാം റെഡിമെന്റ് ഞാടി ഞരമ്പുകൾ അടക്കം തളർന്നു പോകുന്ന ന്യൂറോളജി കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ കാലുണ്ട്. തിരിച്ചുകൊണ്ട് ചില പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതേപോലെ പോകാറുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ആ ഭർത്താവ് ആലോചിക്കുമ്പോൾ പറഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭർത്താവാണ്. ഈ ഭർത്താവ് മലയാളിയുടെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുണ്ട്. മലയാളിയുടെ പ്രത്യേകത ഒരു മലയാളിയോട് നിങ്ങൾ നീ മൃഗമാണെന്ന് പറഞ്ഞെങ്കിൽ അവൻ ചൂടാവും, അവൻ ദേഷ്യം പിടിക്കും, അവൻ കലമ്പും പ്രശ്നം ഉണ്ടാക്കുമല്ലേ. എന്താണ് വിളിച്ചത് വീട്ടിൽ അവനോട് തന്നെ പറഞ്ഞു നോക്കിയേ നീ ഒരു പുലിയാണെന്ന് പറഞ്ഞു നോക്കി. ഈ പുലി എന്ന് പറഞ്ഞ മൃഗമല്ല, പുലിയാണോ പറഞ്ഞെങ്കിൽ അവൻ ഡബിൾ ചിരി പാസ്സാക്കി തരും. പുലായിക്കല്ല അങ്ങനെ അതൊക്കെ നമ്മളോട് ഈ മലയാളികൾ ശീലങ്ങളാൽ സമ്പന്നരാണ്. മലയാളി ശീലങ്ങളാൽ സമ്പന്നരാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഇത് കഥയില്ലാത്തതാണെന്ന് അറിയാം, എന്നാൽ അതിന് പിന്നാലെ എത്ര ശീലങ്ങളാണ്. മലയാളിയെ കുറിച്ച് പറയാറുണ്ട്, ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു മാസം ആ ടൂത്ത് പേസ്റ്റിന്റെ ആത്മാവ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നവരാണ് മലയാളികൾ. അത് ശരിയല്ലേ? രാവിലെ വാപ്പ വരും, നെക്കി 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 നെക്കി, പിന്നെ എഴുന്നേക്കുന്ന ഉമ്മ വരും, നെക്കി നെക്കി നെക്കി. ഒരു വിഷയം മാക്സിമം ഉപയോഗിക്കുക എന്ന നല്ല ചിന്തയോടുകൂടെ അല്ല ഇത് ചെയ്യുന്നത്. വാങ്ങാൻ പറയാൻ ഉമ്മ മറന്നതാണ്, വാങ്ങാൻ പറഞ്ഞത് വാങ്ങാൻ വാപ്പയും മറന്നിട്ടാണ്. അല്ലാതെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി അവൈലബിൾ റിസോഴ്സ് എക്കണോമിക് തിയറി അല്ലാതെ. അതാണെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇത് മറന്നിട്ടാണ്, മറന്ന്. അതുകൊണ്ട് തന്നെ പറയാറുണ്ട്, അവസാന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പീഡനം ഏൽക്കുന്നത് ടൂത്ത് പേസ്റ്റിനാണ്. അതൊരു സത്യമാണ്. അത് ഞാൻ തിരിച്ചു വരുന്നു ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക്. ഇങ്ങനെ ഒരു അടിസ്ഥാനപരമായിട്ട് ഈ ഒരു കൺസെപ്റ്റിലേക്ക് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്തോഷത്തിനുള്ളത് തന്നെയാണ് എന്നൊരു ഉറച്ച വിശ്വാസത്തിലേക്ക് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയോ, കുടുംബത്തെക്കുറിച്ച് ഈ വിവരമില്ലാത്തവന്മാരെ കുറെ നേരത്തെ പറഞ്ഞ ഒന്ന് ബസ് എന്ന് പറഞ്ഞില്ലേ, ബസ് പോലെയാണെന്ന് പറഞ്ഞില്ലേ, അത് വിവരമില്ലാത്തവന്മാരുണ്ടാക്കിയതാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഈ തസ്കുനു ഇലൈഹ, സക്കീനത്ത് കിട്ടാനുള്ളതാണ് കുടുംബം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്. മനസ്സമാധാനം കിട്ടാനുള്ളതാണ് കുടുംബം എന്ന് അല്ലാഹു പറയാണ്. പിന്നെ പറയാൻ നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യമൊക്കെ ഉണ്ടാവാനുള്ളതാണ് കുടുംബം. എന്നിട്ട് കുടുംബത്തെക്കുറിച്ച് അറിയാത്തവന്മാരെ ഓരോ നുണ പറഞ്ഞുണ്ടാക്കിയിട്ട് മലയാളികളായ നമുക്കിടയിലൊക്കെ പ്രചാരത്തിലുള്ള ഒരുപാട് കഥകൾ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് ഇത്രയും കുറച്ച് വിശാലമായിട്ട് തന്നെ ആമുഖത്തിൽ അടക്കം ഞാൻ പറഞ്ഞത്. അപ്പൊ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് സന്തോഷം വർദ്ധിക്കാനുള്ള ചില ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞൊന്നുമല്ലോ. നല്ല ഭാര്യയാണെങ്കിൽ ആ ഭാര്യയെക്കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഇങ്ങനെ നിൽക്കുന്ന ഭർത്താവ്, ക്ഷീണിച്ചിരിക്കുന്ന ഒരു ഭർത്താവിനെ പറയാം ഭാര്യയെക്കുറിച്ച് ആലോചിക്കാൻ, ഭാര്യന്റെ ഭാര്യ അതുകൊണ്ട് ഉയർന്നു വരുന്നതാണ്. നല്ല ഭാര്യമാരാണെങ്കിൽ തിരിച്ചുകൊണ്ടോ ഭർത്താവ് നല്ല ഭർത്താവാണെങ്കിൽ ഭർത്താവിന് ആലോചിക്കാൻ പറയുമ്പോൾ തന്നെ കണ്ണടച്ചിട്ട് ആലോചിക്കാൻ പറഞ്ഞാൽ തന്നെ മുഖത്തൊക്കെ ഒരു പുഞ്ചിരിയൊക്കെ വിടരും. ഐ നിക്ക ആ ഒരു അതാണ് അതിന്റെ ഒരു എന്താ പറയുക അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് ഉണ്ടാവേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, വളരെ സന്തോഷത്തോടുകൂടെയാണ് നമ്മൾ കല്യാണം ആരംഭിക്കുക അല്ലെങ്കിൽ ഒരു ദാമ്പത്യം തുടങ്ങുക. ഒരു 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ പോയി കാണുക, പെൺകുട്ടിയെ പോയി കാണുന്നല്ലേ, പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് അല്ലല്ലോ അല്ല ഇയാൾ അങ്ങോട്ട് പോകണല്ലോ, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. ആഫ്രിക്കയിലൊരു വർക്കുണ്ട്, ന്യൂഗിനി എന്ന് പറയുന്ന ഒരു വർക്കുണ്ട്. അവിടെ പെണ്ണുങ്ങളാണ് തൊഴിലെടുക്കാൻ പോകും, പെണ്ണുങ്ങൾ കല്യാണം അന്വേഷിച്ച് ഇങ്ങോട്ട് വരില്ല. അങ്ങനെയുള്ള വർക്കുണ്ട് ന്യൂഗിനി. പാപ്പുവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, പാപ്പുവ. അവിടെ ന്യൂഗിനി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അല്ല ഒരു വർഗമുണ്ട്, അതിലാണ് ഇങ്ങനെയല്ല. പാപ്പുവ ന്യൂഗിനി എന്ന് കേട്ടോ നിങ്ങൾ? അപ്പൊ ഇങ്ങനെ സംഭവമുണ്ട് ഇവിടെ. എന്നിട്ട് 23-24 വയസ്സുള്ള ചെറുപ്പക്കാരനൊരു പെൺകുട്ടിയെ കാണാൻ പോകും. എന്നിട്ട് പോയിട്ട് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയും, ഇഷ്ടമാണെന്ന് പറയും, ഇഷ്ടമാണെങ്കിൽ ഒരു ആക്ഷനൊക്കെ കാണിച്ച് അതിന്റെ ഒരുപാട് തമാശകളുണ്ട്. പണ്ട് ഒരുത്തൻ വേണ്ട വിളിക്കട്ടെ പറയണ്ട, കല്യാണം കഴിച്ചിട്ട് ഫസ്റ്റ് നൈറ്റാണ്, അതായത് ആദ്യ രാത്രി ബേജാറാവണ്ട മാന്യമായിട്ട് പറയുള്ളൂ.
പബ്ലിക് ദർശനം എനിക്കറിയാം. അപ്പോ ഭർത്താവ് ഭാര്യ റൂമിൽ എത്തിയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പര് റൂമിൽ കയറി. മൂപ്പര് ഒരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയത്തിൽ കുറച്ച് പ്രസംഗിക്കാനൊക്കെ പോകുന്ന ആളാണ്. അങ്ങനെ മൂപ്പര് ഭാര്യ എത്തിയിട്ടുണ്ടാവും വിചാരിച്ച് റൂമിൽ കയറി. അപ്പോൾ നോക്കുമ്പോൾ ഭാര്യ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മൂപ്പര് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്കും ഭാര്യ പുറത്ത് വന്നു ചെയ്തു. ഭാര്യ പുറത്ത് വന്നിട്ട് ഭാര്യക്ക് ഇയാള് പറയാതെ ഒറ്റങ്ങൾ കയറി വരാൻ മടി. അത് മൂപ്പര് പറയുമല്ലോ കയറാൻ. അങ്ങനെ ഇവിടെ വരുന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്നിട്ട് പറഞ്ഞിട്ട് കയറാൻ വെച്ച് ഭാര്യ അവിടെ നിന്നു. അപ്പൊ ഇയാൾ ആര്യനോട് വരാൻ പറയണല്ലോ, എങ്ങനെ പറയാം? എടീന്ന് വിളിച്ചാൽ ഇവിടുത്തെ എന്തെങ്കിലും വിചാരിക്കില്ല. എടീന്ന് ഇപ്പൊ തന്നെ പിന്നെ വിളിക്കാറില്ലല്ലോ. മോളെ ശരിയാവില്ല, അത് മക്കളെ വിളിക്കുന്നില്ലേ മോളെ. പിന്നെ അസ്മാന്ന് വിളിച്ചാൽ ഇപ്പൊ തന്നെ അസ്മാന്ന് വിളിച്ചാൽ അസോ ആരും വരാൻ പറ്റില്ല. ഇങ്ങനെ കുറെ ആലോചിച്ച് ഞാനിപ്പോ എന്താണ് മോളെ വിളിക്കാന്ന്. ഇയാള് പ്രസംഗിക്കാനും പരിപാടിക്കൊക്കെ പോകുന്ന ആളായിട്ടാ. ഇയാൾക്ക് എത്രയായിട്ടും കിട്ടുന്നില്ല, എങ്ങനെ വിളിക്കണമെന്നല്ലേ. അപ്പൊ സംഗതി ലാസ്റ്റ് ഭാര്യക്ക് മനസ്സിലായി മൂപ്പര് കുടുങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ഇയാൾ ലാസ്റ്റ് പറഞ്ഞു, അടുത്തതായിട്ട് ഇന്നത്തെ പരിപാടിയിലെ മുഖ്യ അതിഥിയെ വേദിയിലേക്ക് ക്ഷണിച്ച് സാധാരണ ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. വേണ്ട ഒരൊറ്റ ചാട്ടാത്തേക്ക് വാതിൽ ഒറ്റ അടക്കലടച്ചതാണ് ചരിത്രത്തിൽ. അങ്ങനെയാണ് കാണുന്നത്. ഇതൊക്കെ കുടുംബജീവിതത്തിലെ ഓരോ രസകരമായ സന്ദർഭങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ 23-24 വയസ്സുള്ള ഒരാള് ഒരു പെണ്ണിനെ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, എന്നിട്ട് ഇഷ്ടമായി കല്യാണമൊക്കെ എല്ലാവരും പറഞ്ഞ് സെറ്റ് ചെയ്ത് അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് ഒരു അറയിൽ പോയിട്ടുണ്ട്. ഒരു അറയിൽ, നാളെ കല്യാണം നടക്കാനുള്ള ഒരു അറയിൽ നിന്ന് പോയി. എനിക്ക് ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാണ്ടായിരുന്നു ഉച്ചക്ക്. നമ്മളൊരു ടീച്ചറാണ്, നമ്മുടെ ടീച്ചറല്ല, എനിക്ക് പരിചയമുള്ള ഒരു ടീച്ചറാണ്. അപ്പൊ ആ അറയിലേക്ക് നാളെ ഭർത്താവിനെ വരുമത്രേ. അപ്പൊ ഞാൻ മൂപ്പർ പിന്നെ ഇവിടെ ഉണ്ടാവാം, മൂപ്പർ പിന്നെ ഇവിടെ ഉണ്ടാവത്രേ. അത് കല്യാണം കഴിഞ്ഞ ഇവിടെ കയറുന്നല്ലേ അല്ലേ? ഇങ്ങോട്ട് പോകുന്ന രസമാണല്ലേ? നമ്മുടെ നാട്ടിലെ സിസ്റ്റാക്കാൻ പറ്റി നോക്കട്ടെ. ഞാൻ അമ്മശാനോട് ഡിസ്കസ് ചെയ്യട്ടെ. കണ്ണൂർ സിസ്റ്റാ നമുക്ക് ആക്കാം ഇവിടെ. ഞാൻ ഇങ്ങോട്ട് വരാം, ഇച്ചിരി ആറാമാണ്. അതിലപ്പോ വേണ്ടിയതാകാൻ പറ്റുമോ നോക്കട്ടെ. ഒരു 4 മിനിറ്റിൽ ഉണ്ടായാൽ ഇതിന് മൊത്തം സിസ്റ്റം അങ്ങോട്ടാക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അറുണ്ടായി കഴിഞ്ഞാൽ വല്ലാത്ത സുഖമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ 98 വയസ്സായാലും പിന്നെ പുതിയാപ്പിളനെ മരിച്ചാലും പുതിയാപ്പിളാണ്. അത് കണ്ണൂർ, ഞാൻ സാധാരണ കണ്ണൂർ പറയുന്നതാണ്, കണ്ണൂർക്കാരെ മാത്രം ഒരു വല്ലാത്തൊരു ഒരു സന്തോഷമാണത്. ഞാനൊരു തവണ പണ്ടത്തെ ഒരു അനുഭവം സാധാരണ ക്ലാസ്സിൽ പറയാറുണ്ട്. ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോഴേ ഉണ്ടായതാണ്. കണ്ണൂർ ജില്ലയിൽ വന്നപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഒരാളിനോട് പറഞ്ഞു, ഇപ്പോൾ വരും പുതിയാപ്പിള വരും, എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വരും. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലൊക്കെ പുതിയാപ്പിള എന്ന് പറഞ്ഞാൽ ആ 2 മാസം 3 മാസം അതൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞാൽ പോയി. പിന്നെ വേറെ അർത്ഥം കല്യാണം കഴിക്കും, പിന്നെ ഓനാണ് പുതിയാപ്പിള. പിന്നെ അമ്മലൊക്കെ പോയി. ഇവിടെ നിങ്ങളെ ഒരു ഭാഗ്യാനായിട്ട് വല്ലാതെ ഭാഗ്യത. അങ്ങനെ ഞാൻ പുതിയാപ്പിളുടെ മയ്യത്ത് പരിശോധന പുതിയാപ്പിളുടെ മയ്യത്ത് കാരണം കബറിനും അതാ പറയാം. അത് കൂടാണ്ട് ഓനെല്ലാം പഠിപ്പിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ താമസം. മനസ്സിലായില്ല? അതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം കാസർഗോഡ് ബസ് സ്റ്റാൻഡിലെ താമസമില്ല. ഭാര്യ കുട്ടികളുടെ അമ്മോശല്ലോ. ഞാൻ പുറത്തെ പോയി മനസ്സിലായില്ല. എല്ലാം ഏകദേശം പിയാപ്പിളിന് പഠിപ്പിച്ചാണ് വീടും ആ പറമ്പുകളും. അവിടെയുള്ള സകലതും അവനെ ഉപയോഗിച്ചിട്ട് അവസാനം ഓനെ തടിസലാമത്താക്കുന്നു. പിയാപ്പിളാന്നുള്ള നിലക്ക് പിന്നിങ്ങനെ അതിനല്ലേ പറഞ്ഞേ. ലാസ്റ്റ് ബസ് സ്റ്റാൻഡിലുണ്ടല്ലോ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ എല്ലാം അമ്മായി ഉപയോഗിക്കാറും പിയാപ്പിളല്ലോ. പരമാവധി ലോൺ എടുക്കും. ആരുടെ പേരില്? ഓരോ പേരിലപ്പാ. ശരി, ഞാനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് അടുത്ത ക്ലാസ് പറയാം. എനിക്കിഷ്ടമായി പറയും, എനിക്കിഷ്ടമാണ്. ഞാൻ പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. സത്യം പറയാം, മിണ്ടാതിരിക്കുന്ന എനിക്ക് എത്രയോ ഇഷ്ടമാണ് ഇങ്ങനെ പറയുന്നത്. എനിക്ക് റാഹത്താണ് ഇങ്ങനെ ആൾക്കാരിങ്ങനെ സ്ഥലത്തിലിങ്ങനെ ഇടപെടുന്ന കാണുമ്പോൾ. അതൊരു രസമാണ് ആൾക്കാരിങ്ങനെ ഇടപെടുന്നത്. അപ്പൊ ഏതായാലും ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു പുതിയാപ്പിള വന്നിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ പുതിയാപ്പിള വരികയെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 65 വയസ്സായ ഒരു തന്തങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ മുമ്പോടെ ഇരുന്ന് എന്നാ കഴിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാലോ പുതിയാപ്പിള വന്നോട്ടെ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതാണ് പുതിയാപ്പിള. മലപ്പുറത്ത് വന്ന ചുറുചുറുക്കുള്ള ഇന്ത്യ വിഷമൊന്നും മനസ്സിലാവില്ല. കാര്യം എന്താ വെച്ചാൽ നമുക്ക് 2 മാസം കൊണ്ട് കഴിഞ്ഞതൊക്കെ താന്തന്റെ ഭാഗ്യം അറിയിച്ചു പുതിയാപ്പിളത്തിന്.
ഞാൻ പറഞ്ഞ ഈ സിസ്റ്റം നാട്ടിലൊക്കെ ഉണ്ടാക്കണം. എന്റെ പാരമ്പര്യത്തിൽ ആകെ ഒരു പെണ്ണേ ഉള്ളൂ, അതായത് പെൺകുട്ടിയായിട്ട് ഓളെ ഞാൻ കല്യാണം കഴിച്ച്. അവിടെ എന്റെ സ്ഥാനം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥാനമാണ്, നിങ്ങൾ കാലത്തിൽ പോകുന്നുണ്ട്. നമ്മള് ഒറ്റ കുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് മരുവൻ അവിടെ പറയാം. കേപ്പണല്ല മരുവന് അവൻ വരുമോ? അവൻ മരുവനെ കാത്തുക്കവര്. കാരണം വെച്ചാൽ ഞാൻ ഒരേ ഒരു മരുവനായതുകൊണ്ട് എന്റെ അമ്മൂശാക്കാന്റെ ഭാഗ്യം. അങ്ങനല്ല എന്റെ ഭാഗ്യം നല്ല ആൾക്കാരാണ്. ഇത്രയും സ്നേഹത്തോടുകൂടെ കുടുംബജീവിതം ആരംഭിച്ചിട്ട് വളരെ സന്തോഷത്തോടെ 2000 ആളുകളെ വിളിച്ച് പന്തൽ കെട്ടി ഭക്ഷണം കൊടുത്തല്ലേ, 500 ആളെ വിളിച്ച് പന്തൽ കെട്ടി ഭക്ഷണം കൊടുത്തിട്ട് കല്യാണം നടന്നിട്ട് 2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇത്ര സന്തോഷത്തോടെ കല്യാണം നടക്കുന്നത് ആ കല്യാണ ഫോട്ടോ നോക്കിയാൽ മതി. അതങ്ങനെ ചിരിച്ചിട്ടുണ്ടാവും. എന്റെ കല്യാണം നടക്കുന്ന ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് കല്യാണം കഴിക്കുന്ന ഒരുത്തന്റെ സന്തോഷമാണത്. മനസ്സിലായില്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് അതിന്റെ സന്തോഷമാണത്. ആ സന്തോഷത്തിൽ അവനെ നിൽക്കുക. എന്നിട്ട് ആ പെണ്ണുമായിട്ട് ജീവിതം തുടങ്ങി 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് അവന് തോന്നുകയാണ് വേണ്ടിയിരുന്നില്ല, ഇത് വേണ്ടിയിരുന്നില്ല എന്ന് അവന് തോന്നുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ സാധാരണ പറയാറുണ്ട്, എന്റെ ഭാര്യ അർഹിക്കുന്ന അല്ലെങ്കിൽ എന്റെ ഭർത്താവ് അർഹിക്കുന്ന ആ ഒരു തരത്തിലുള്ള ഒരു പരിഗണന എന്റെ ഭാഗത്തു നിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ പറയുമ്പോൾ സാധാരണ പറയുന്ന ഒരു പോയിന്റ്, കുടുംബത്തിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവണം, പവർ സ്ട്രക്ചർ ഉണ്ടാവണം. ഫാമിലി പവർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ ചോദിക്കാം, ഒരു കുടുംബത്തിന്റെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കുടുംബത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണേ. കുടുംബത്തിന്റെ നേതാവ് ആരാണ് എന്ന് പറഞ്ഞ ആൻസർ പറഞ്ഞേ. ആരാ? പാപ്പയാണല്ലേ? അല്ലേ? അതിപ്പോ ഉമ്മ എന്താണ്? ഉമ്മ രണ്ടാമത്തെ. അപ്പൊ 2 നേതാവ്. അങ്ങനെ രണ്ടാമത്തെ നേതാവ്. അങ്ങനെ ആ രീതിയിലാക്കുന്നത്. നമുക്കൊരു സമവായത്തിൽ പറയാം, ഒരു പ്രസിഡന്റ് ഒരു ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ. പ്രസിഡന്റ് വാപ്പയും ഉമ്മ ജനറൽ സെക്രട്ടറി. ഞാൻ അങ്ങനെ സാധനം പറയാനല്ലേ. പ്രസിഡന്റ് വാപ്പയാണ്. കുടുംബത്തിന്റെ കമ്മിറ്റിയിൽ കുടുംബത്തിൽ ട്രഷറർ ഇല്ല, ട്രഷററും വാപ്പ തന്നെയാണ്. ഫൈനാൻഷ്യൽ സെക്രട്ടറി മുമ്പ് തന്നെയാണ്. കാരണം അതിന്റെ കാര്യങ്ങൾ അദ്ദേഹം തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു കുടുംബത്തില് ഈ ഒരു അധികാര ഘടന ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അധികാര ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ അംഗങ്ങളുടെ മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യേണ്ടത് ആ കുടുംബത്തിന്റെ നാഥനായ അല്ലെങ്കിൽ പ്രസിഡന്റായ വാപ്പയാണ്. ആ കുടുംബത്തിലെ വാപ്പ പ്രസിഡന്റാണെന്ന് പറയുമ്പോൾ വാപ്പാക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതേപോലെ ഉമ്മ ജനറൽ സെക്രട്ടറി ആണെന്ന് പറയുമ്പോൾ ഉമ്മാക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് 2 പേരും കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ അവർക്കിടയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കുടുംബത്തിലെ മെമ്പർമാർക്ക് ആവശ്യമായ പൈസ അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആ കുടുംബത്തിലെ വാപ്പക്കുള്ളതാണ്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതകൾ നോക്കിയാൽ മനസ്സിലാവും. ഇസ്ലാമിലേക്കുമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലെ പൈസ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഒരു പുരുഷനാണ്. അധ്വാനിക്കണം, വിദ്യാഭ്യാസം, ചികിത്സ, വീട്, ഭക്ഷണം, അതേപോലെ തന്നെ അങ്ങനെയുള്ള വസ്ത്രം തുടങ്ങിയിട്ടുള്ള സർവ്വ കാര്യങ്ങളും ചെയ്യേണ്ടതിന്റെ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമ്പത്തികമായ ഉത്തരവാദിത്വം ഒരു പുരുഷനുള്ളതാണ്. എന്നാൽ വേണമെങ്കിൽ നമുക്ക് ഭാരിച്ച ജോലിയാണ്, എത്ര എണ്ണത്തിനെ പോറ്റണം നമ്മൾ എന്നൊക്കെ വേണേൽ ആലോചിക്കാം. പക്ഷെ മറുഭാഗത്ത് ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ഭർത്താവ് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചാൽ ആ അധ്വാനിച്ച് ചെലവഴിക്കുന്ന മുഴുവൻ സമ്പത്തും സ്വതക്ക കൊടുത്ത പ്രതിഫലം കിട്ടുമെന്ന് ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് പറയുന്നു കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടത് പുരുഷനാണ്, മറുഭാഗത്ത് പറഞ്ഞു വെച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെലവഴിച്ചാലും അതിന് സ്വതക്ക കൊടുത്ത പ്രതിഫലമാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ മരണപ്പെടുന്ന 68ാമത്തെ വയസ്സിൽ മരിക്കുന്നത് വരെ ഇയാൾ അധ്വാനിച്ച് ചെലവഴിച്ച കോടിക്കണക്കിന് രൂപ ഉണ്ടാവും, ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാവും. അത് മുഴുവനും ഇയാള് നിയ്യത്തോടുകൂടെയാണെങ്കിൽ എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ സന്തോഷത്തോടുകൂടെ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ ആര് ചെലവഴിച്ചാലും അയാൾക്കത് മുഴുവനും സ്വതക്കയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമ്മായിട്ട് നിയ്യത്ത് വെച്ചാൽ മതി, ഓരോ സമയത്തും നിയ്യത്ത് വെക്കേണ്ട, ആമ്മായിട്ട് അങ്ങ് നിയ്യത്ത് വെച്ചാൽ മതി. അതായത് ഇനി മുതൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് എന്റെ ഭാര്യയോടും മക്കളോടും ഉമ്മാനോടും വാപ്പനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഞാൻ ചെയ്യുകയാണ്, നിയന്ത്രണം കൂടെ വെച്ചിട്ടാൽ മതി. എന്നാൽ പിന്നെ ജീവിതത്തിൽ ചെയ്യുന്ന സർവ്വ കാര്യങ്ങൾക്കും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് പ്രതിഫലം ഉണ്ടാവും.
ഇതേപോലെ ഒരു പെണ്ണിന് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറഞ്ഞു പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. ജനറൽ സെക്രട്ടറി ആയ പെണ്ണിന്റെ ഉത്തരവാദിത്വം ഒന്നാമതായിട്ട് വീടിന്റെ ഉത്തരവാദിത്വമാണ്. ഒരു വീട്ടിൽ കയറി ചെന്നാൽ മനസ്സിലാവും വീട്ടുകാരിയുടെ സ്വഭാവം. എസ്പെഷ്യലി ഞാൻ പറയാറുണ്ട്, പിന്നെ നമ്മളൊക്കെ ഗസ്റ്റൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ പിന്നെ പൊതുവെ നമ്മൾ ഓഫീസ് റൂമിൽ ഈ വീട്ടിന്റെ അടുക്കളയുണ്ടല്ലോ, അടുക്കളയും അങ്ങനെ സാധാരണ ഗസ്റ്റ് വരാത്തപ്പോഴൊരവസ്ഥയില്ല. ആ ഒറിജിനൽ അത് നോക്കിയാൽ മനസ്സിലാവും ഒരു വീടിന്റെ അവസ്ഥ. ജനറൽ സെക്രട്ടറിയുടെ സംസ്കാരം മനസ്സിലാവും. അത് സാധാരണ പറയാറില്ല, ചില വീട്ടില് നല്ല പോർച്ചുണ്ടാവും, അല്ലാണ്ട് തൊപ്പിക്കോട് കൂടെ കാറൊന്നും ഉണ്ടാവില്ല ചിലപ്പോ. പക്ഷെ കാറില്ലെങ്കിൽ എന്തുണ്ടാവും അറിയോ? കോഴിക്കൂട്, ആട്ടിൻകൂട്, വിറകുകള്, അറ്റ്ലീസ്റ്റ് ഒരു ലോഡ് മണലെങ്കിലും ഉണ്ടാവും പോർച്ചിലിടാൻ. എന്നിട്ടെങ്കിലും ആലോചിക്കുമ്പോ പോർച്ചിൽ ഈ മണലൊക്കെ വെച്ച് അല്ലെങ്കിൽ കോഴിക്കൂട് ആട്ടിൻകൂടൊക്കെ വെച്ചിട്ട് വൃത്തിയും ശുദ്ധിയും ഒക്കെ നോക്കുന്നവരാണ് ഈ വീട്ടിലേക്ക് കല്യാണാന്വേഷണമായിട്ട് വരികയാണെങ്കിൽ. ഇവിടെ ഈ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ജനറൽ സെക്രട്ടറിയുടെ സ്വഭാവത്തിന്റെ ഗുണമാണ് ആ കാണുന്നത്. ചില വീട്ടിലുണ്ടാവും ചെറിയ മുറ്റമൊക്കെ ആയിരിക്കും. വേറെ തമാശയത്, മുമ്പിലിങ്ങനെ ചെറിയ മുറ്റമായിരിക്കും വീട്ടില്, മുമ്പിലിങ്ങനെ അയൽ കെട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ആ അയലിന്റെ മേലെയാണ് എല്ലാവിധ പത്തവും നൊമ്പും സുക്കൂനും കസറും ഒക്കെ ഇട്ട് വെക്കും പെണ്ണുകള്. നിങ്ങളല്ല പിന്നെ വയനാടൊക്കെ ഉണ്ട്. വയനാട് ഇവിടെ അടുത്തല്ലേ, പത്തനംതിട്ട ഭാഗത്തുള്ള പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു പെണ്ണിന്റെ ജനറൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. ചില വീടുകളിലുണ്ട് ചില സംസ്കാരം കാണാം, മോനെ ബാക്കിന്ന് ഇങ്ങോട്ട് കൊടുത്തേക്ക്, ബാക്കിന്ന് ഇങ്ങോട്ട്. അതൊക്കെ പ്രശ്നമില്ലല്ലോ, പ്രശ്നം ഉണ്ടാവും. പണ്ട് ഒരാളോട് ചോദിച്ചു ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചു. മുമ്പ് പറഞ്ഞു ചായയിലെ ബിസ്ക്കറ്റ് ഇങ്ങനെ കുത്തി കഴിക്കൂലേ, ഇങ്ങനെ കുത്തി നിൽക്കുമ്പോൾ ആ പിടിച്ച ഭാഗം ഒഴിച്ച് ബാക്കിയൊക്കെ വീണുപോയി. അത്രയും വലിയൊരു സങ്കടം വേറെ ഇല്ല. ഇവിടേക്ക് ചായ ഇങ്ങനെ കൊണ്ടുവരും മുമ്പിലേക്ക്. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ചില വീടുകളിൽ കാണാം ആണിനെ പെണ്ണ് ഭരിക്കുന്നത്. അത് കണ്ണൂർ ജില്ലയിൽ കുറച്ച് കൂടുതലുണ്ടോ എനിക്കൊരു സംശയമുണ്ട്. ഈ ഭാഗത്തല്ല, ഈ ഭാഗമല്ലാത്ത മറ്റുള്ള പ്രദേശങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അടുത്ത് ഒരുപാട് കൗൺസിലിംഗ് കേസ് വരാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ, എല്ലായിടത്തും ഉണ്ടെന്ന് പറയല്ല, താരതമ്യേന അത് കുറച്ച് കൂടുതലാണോ, പ്രത്യേകിച്ച് ഈ സിസ്റ്റം ഇങ്ങനെയായതുകൊണ്ട് എന്നുണ്ടോന്ന് എനിക്കൊരു സംശയം ഉണ്ട്. ഉണ്ടോ? നിങ്ങളെ ഉണ്ടെന്ന് പറയില്ലല്ലോ, അല്ല എന്തെങ്കിലും ഇതിലുണ്ടെന്ന് പറയില്ലല്ലോ. ഉണ്ടോ ആണെങ്കിലെ നിങ്ങൾ പറയാൻ, നിങ്ങൾ പറഞ്ഞില്ലാന്നില്ല അതിന് ശരി. അങ്ങനെ ഉണ്ട് അത് ശ്രദ്ധിക്കുന്നതാണ്. കാരണം എന്താ, അതായത് പുരുഷന്റെ പണിയെടുക്കുന്ന പെണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. ലാനല്ലാഹു റജുലത മിനൻ നിസായി. പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ചില ആണുങ്ങളെ പണിയെടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങൾ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. ആണിനെ പണിയെടുക്കാൻ പെണ്ണു പോകരുത്. വിശുദ്ധമായ ഖുർആനില് ഞാനിത് പറയുന്ന ഒരു ആയത്തുണ്ട്. എന്താണ് ആയത്തിൽ പറയുന്നത്? ഏറ്റവും ദുർബലമായ വീട്, മോശമായ ഒരു വീട്, ആ വീട് ഏതാണ് എന്ന് ചർച്ച ചെയ്തിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഔഹനൽ ബിയൂട്ടി ലബൈത്തുൽ അൻകബൂത്ത്. ചിലന്തിയുടെ വീടാണ് ഏറ്റവും മോശപ്പെട്ട വീട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പണ്ഡിതന്മാരായ ആളുകൾ പഠനം നടത്തിയിട്ട് പറയുന്നുണ്ട്, എന്താണ് ചിലന്തിയുടെ വീട് മോശമാണ് എന്ന് പറയാനുള്ള കാരണം? എല്ലാ നാട്ടിലും കാണുന്ന ഒരു ചിലന്തി വർഗമുണ്ട്. ആ ചിലന്തി വർഗത്തിൽ ആണ് എന്താ പറയാ മെലിഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്, പെണ്ണ് തടിച്ചിട്ടുള്ള സാധനമാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, പഠനം നടത്തിയിട്ട് പറയുന്നുണ്ട്, തടി കൂടിയുള്ളതല്ല പ്രശ്നം. ഈ ചിലന്തി വർഗത്തിൽ ഈ ആൺചിലന്തിയും പെൺചിലന്തിയും തമ്മിൽ ഇണചേരുന്നത് ഇവർക്ക് ഇഷ്ടമല്ല, പെണ്ണിന് ഇഷ്ടമല്ല. പിന്നെ ഉറങ്ങുന്ന സമയത്ത് മറ്റുമൊക്കെ സംഗതികളൊക്കെ നടക്കലാണ്. എന്നിട്ട് കുഞ്ഞുങ്ങൾ, ഞാൻ ചിരിക്കല്ല, അങ്ങനെ പറയുമ്പോൾ തിരിച്ചു പോകാനാണ് അങ്ങനെ ആക്കുന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ തള്ളച്ചിലന്തി പെൺചിലന്തി ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ പെൺചിലന്തി ആൺചിലന്തിയെ കൊല്ലും. എന്നിട്ടാ
കുടുംബത്തിന്റെ മൊത്തം അധികാരം അങ്ങോട്ട് ഏറ്റെടുക്കാൻ വേണ്ടി ആളാവാൻ വേണ്ടിയിട്ടുള്ള വേർപാട് ചെയ്യും. അതുകൊണ്ടാണ് അതുകൊണ്ടുകൂടെയാണ് പറഞ്ഞത് ഇന്ന ഔകനൽ ഉപയോഗിക്കുന്ന ബൈത്തുൽ അങ്കബൂത്ത്, പെണ്ണ് ആണിന്റെ പണിയെടുക്കാൻ പാടില്ല. എന്റെ നാട്ടിലൊക്കെ ഒരു പ്രയോഗമുണ്ട്. കല്യാണമൊക്കെ അന്വേഷിച്ച് ആ വീട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയും അവിടെ പെടക്കോഴി കൂന്ന് പറയും. ഇവിടെ ഉണ്ട് അങ്ങനെ? ഇവിടെ കൂവുന്ന പെടക്കോഴികളൊന്ന് നോക്കി എവിടെ നോക്കാൻ ഇല്ല അല്ലേ? അള്ളാഹു അങ്ങനത്തെ ഞങ്ങൾ കളിയാക്കല്ലോ കേട്ടോ, അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷെ വിഷയം പറയുമ്പോൾ ഞാൻ ഉണ്ടോ നിങ്ങൾ ചോദിക്കും. അതെന്തിനാന്ന് തരാം, എന്റെ സ്വഭാവത്തിൽ അങ്ങനെ ഉണ്ടോ അള്ളാഹ് നിങ്ങൾ ഹാസിബൂ, നിങ്ങളെ ഹിസാബ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ പറയുന്നത്. ഹാസിബൂ ഖബ്ലാൻ തുഹാസബൂ. അല്ലാതെ നമ്മളിങ്ങനെ കുറെ കാലമായിട്ട് ഇങ്ങനെ പിടിക്കും. നമ്മളൊക്കെ വിചാരം നമ്മൾക്ക് ഉഷാറാണെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോലി പൊടിച്ചു നോക്കണം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലും പ്രയോഗമുണ്ട്, അത് അടിച്ചെന്റെ തോലി ഞാൻ പൊടിക്കുന്നു. ഇവിടെ എന്താ പ്രയോഗം ഉണ്ട്? അത് കുട്ടികളോട് ചോദിക്കുന്നല്ലേ.